ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓസ്ട്രേലിയക്കാരുടെ വീടാണ്ട. ഇവര് ഓസ്ട്രേലിയയിൽ സെറ്റിലായി. ഇപ്പൊ ഇവരെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ വീട്ടില്. അപ്പൊ ഇവര് രണ്ടുപേരും പ്രായമായതുകൊണ്ട് ഇവരെയും കൂടി അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകണേന്. അപ്പൊ പിന്നെ ഈ വീട് നോക്കാനൊന്നും പിന്നെ ആരും ഉണ്ടാവൂല. നല്ല ഭംഗിയിലും എന്താ പറയുക നല്ല സൗകര്യത്തിലും ഫിനിഷ് ചെയ്ത 22 സെന്റ് സ്ഥലവും വീടും ഉണ്ടാവും. ഇത് നേരത്തെ ഇവർ പറഞ്ഞ വിലയിലും ഒരു 30 ലക്ഷം രൂപ വീണ്ടും കുറച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വീട് വലിയൊരു ലാഭത്തിലാണ് കിട്ടണം. അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുതട്ടാ. സാധാരണ ഒരു അപ്പനമ്മ ഇടക്കിടക്ക് അവിടെ പോകും, കുറച്ചു നാൾ നിൽക്കുമ്പോൾ വരും, അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഈ പ്രായമായി കഴിയുമ്പോഴേക്കും പിന്നെ അവരിങ്ങോട്ട് നാട്ടിലോട്ട് തനിച്ച് വിടാൻ വേണ്ടി മോന് മടി. കാരണം മോനും ഫാമിലിയും ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തനിച്ച് നാട്ടിൽ നിർത്താൻ ഒരു മടി. അത് കാരണം മാത്രമാണ് ഈ വീട് കൊടുക്കണത് തന്നെ. മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ, റംബൂട്ടാനും മാവും പ്ലാവും തെങ്ങും. എന്താ റംബൂട്ടാനൊക്കെ പൂത്ത് നിൽക്കണണ്ട. എന്തെല്ലാം മരങ്ങളാണ് നോക്കി. അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ഉണ്ട് നാച്ചുറൽ സ്റ്റോൺ ആയിട്ടാണ് കരിങ്കല്ലിട്ട് അതിൻ്റെ ഉള്ളില് ഗ്രാസ് സെറ്റ് ചെയ്തേക്കണ ഉണ്ടാവും. ഇതൊക്കെ ബഡ് മാവാണ്. ഇതൊക്കെ എല്ലാം കായ്ക്കണതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടായി കിടക്കണ കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ നേരെ കാണുന്നത് കാർ പോർച്ചാണ് ഈ അടച്ചിട്ടേക്കണം. കാരണം ഇവർ ഇവിടുന്ന് പോകുമ്പോ കാറ് കണ്ട, ഇപ്പൊ കാർ അതിൻ്റെ അകത്ത് കിടക്കണണ്ട. എൻ്റെ ഉള്ളിൽ കാറ് കിടപ്പുണ്ട്. ഇവരിത് കാർ അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഓസ്ട്രേലിയക്ക് പോണത്. ഞാൻ പറഞ്ഞില്ലേ ഇവര് ഇടക്കിടക്ക് മോൻ്റെ അടുത്തോട്ട് പോകും അപ്പനും അമ്മയും. അപ്പൊ ഇവരിത് എല്ലാം പൂട്ടിയിട്ടാണ് പോണം. പിന്നെ ഗേറ്റും കാര്യങ്ങളെല്ലാം റിമോട്ടാണ്. കാരണം നമ്മുടെ പ്രായവരായോണ്ട് പോയി അടക്കലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വറ്റാത്ത കിണറ്, തെങ്ങുമ്മലൊക്കെ തേങ്ങ ഉണ്ടായി കിടക്കണ കാണണം. ഇഷ്ടം പോലെ തേങ്ങയാണ്. ഒരു വീട്ടിലത്തൊക്കെ ഉള്ള കറിക്ക് ആവശ്യത്തിനുള്ളത്, നമുക്ക് വെളിച്ചെണ്ണൊക്കെ ഉള്ളതെല്ലാം ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടും. 22 സെന്റ് സ്ഥലമുണ്ട്. സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചേക്കണത് കാരണം ഒരു പോരായ്മയും ഇല്ല. അത് നിങ്ങൾ വീടിന്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ കിടക്കണത്. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇപ്പോഴും വലിയ ഇതൊന്നുമില്ല, എന്നാലും കാരണം ഈ പറമ്പിലൊക്കെ നടന്ന് പണിയെടുക്കാനുള്ള ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ്. അപ്പൊ അതുകൊണ്ടാണ്. എന്നാലും നിങ്ങൾ നോക്കിയണ്ട, ആ ഗേറ്റ് എല്ലാം റിമോട്ടാണ്ട. മുറ്റത്താണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചയിലാണ്. ഈ വീടിന്റെ 2 സൈഡിലും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ വഴി നമുക്ക് കയറാം. തൊട്ടപ്പുറത്ത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഈ ഒരു വഴിയിലും ഈ ഒരു എൻഡിലും കൊടുത്തിട്ട് സ്റ്റെപ്പ് വേണ്ട. ഇവിടെയും 2 സ്റ്റെപ്പ് അതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നും കയറി വരാം, ഈ സൈഡിൽ നിന്നും കയറി വരാം. ഇതൊരു ക്രിസ്ത്യൻസിന്റെ വീടാണ്ട. ഇതാണ് കയറി വരുമ്പോ തന്നെയുള്ള ലിവിങ് ഏരിയ. ഈ ഫുൾ ഫർണിച്ചർ എല്ലാം അടക്കമുണ്ട. നിങ്ങൾ ഒരു സാധനവും വാങ്ങിക്കണ്ടെന്നുള്ളതാണ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ലിവിങ് ഏരിയയുടെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ട, ഒന്നിനും ഒരു കുറവുമില്ല. നിങ്ങൾ TV ഏരിയ, ഇത് നിങ്ങൾക്ക് അപ്പുറത്ത് നിന്നും TV കാണാട്ടാ. 2 സൈഡിൽ നിന്നും കാണാനുള്ളൊരു ഇതാണ്. നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേബിള്. ഇനി ഓപ്പൺ കിച്ചണാണ്ട് ഈ വീടിന് കൊടുത്തേക്കണം. ഇവിടെ കബോർഡ് കാര്യങ്ങൾ എല്ലാനും കബോർഡൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം നോക്കി. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു കോംപ്രമൈസിന് തയ്യാറാവൂല. എന്തോരം ഭംഗിയാക്കാൻ പറ്റും അത്രയും ഭംഗിയാക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ഫസ്റ്റ് ബെഡ്റൂം AC കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് ഉണ്ട്.
തൊട്ടടുത്ത് തന്നെ അതിന്റെ ബാത്റൂം, എല്ലാ റൂമും അറ്റാച്ച്ഡാണ്ട. ഒരെണ്ണം പോലും ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്തതില്ല. പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂര് പൊന്നൂക്കര ടോളില്ലേ, കുതിരാൻ കഴിഞ്ഞിട്ടുള്ള ആ ടോള് കഴിയുമ്പോൾ ഹൈവേ എന്നൊരു 200 മീറ്റർ ആയിട്ടാണ്. വീടിന്റെ തൊട്ടടുത്ത് തന്നെ 2 പള്ളിയുണ്ട്. എല്ലാ സൗകര്യം, മാർജിൻ ഫ്രീയും കാര്യങ്ങളും എന്ന് വേണ്ട എല്ലാ സൗകര്യവും നിയറസ്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കോയമ്പത്തൂർക്ക് പോകാനാണെങ്കിലും, തൃശ്ശൂർക്ക് പോകാനാണെങ്കിലും, ബാംഗ്ലൂർക്ക് പോകാനാണെങ്കിലും, കന്യാകുമാരിക്ക് പോകാനാണെങ്കിലും ഹൈവേ തൊട്ടടുത്ത് തന്നെ. അങ്ങനെ നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളാണ്. ഇതേ 2ാമത്തെ ബെഡ്റൂം, അതിന്റെ ബാത്റൂം, 2ാമത്തെ 3ാമത്തെ കാണിച്ചു. അപ്പൊ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. വീടിനാണെങ്കിൽ അധികം പഴക്കവും ഇല്ല കേട്ടാ, പഴക്കമില്ലാത്ത ഒരു വീടാണിത്. 3ാമത്തെ ബെഡ്റൂമാണ് കാണിച്ചത്. ഇതേ അതിന്റെ കിച്ചൺ. ഇത് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആണെങ്കിലും ഈ സൈഡിൽ ഒരു കർട്ടനൊക്കെ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഓപ്പൺ കിച്ചൺ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ ഇത്ര നീളത്തിൽ വലിയൊരു ഹാളായിട്ട് കിടക്കണം. ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. ഞാൻ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് വന്നപ്പോൾ കാണിച്ചു തന്നില്ല ഡോറ്. നേരെ മുറ്റത്തോട്ടാണ് ഇറങ്ങണം. ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണിത്. ഇതിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ അകത്തോട്ട് അങ്ങോട്ട് കയറില്ല. അപ്പോൾ ഈ പൂക്കളും അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കണ്ട വലിയ മാവും പുളിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ തന്നെ ഉണ്ടല്ലോ എന്താ വേറൊരു ഇതാണ്, എന്താ പറയണ, മനസ്സിനൊരു സന്തോഷമാണ്. അത്രയും നല്ലൊരു വീടും പരിസരവും ചുറ്റുപാടും എല്ലാനും അതേകൂട്ടും നല്ല ആൾക്കാരും നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഇവര് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,49,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്ട, അതും അവർ കുറക്കും. കാരണം നല്ല പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നാണ് അതിന്റെ ഓണർ നമ്മളെടുത്ത് ഇപ്പൊ പറഞ്ഞേക്കണം. അപ്പൊ ആ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓണറോട് നേരിട്ട് സംസാരിച്ചു, അതായിരിക്കും ബെറ്റർ. കാരണം അതായിരിക്കും ഏറ്റവും നല്ലൊരു ഒരു കാര്യമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതിപ്പോ നമ്മള് ഈ വീടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാവരും ഈ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. ഫുൾ ഡീറ്റെയിൽ ഇപ്പൊ വീഡിയോ പറഞ്ഞ് ഡീറ്റെയിൽ പറഞ്ഞില്ലെന്ന് ആരും പറയരുത്.